കണ്ണൂരിൽ വൈക്കോലുമായി എത്തിയ ലോറിക്ക് തീപിടിച്ച് കത്തിനശിച്ചു. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. കണ്ണൂർ പേരട്ടിയിലെത്തിയപ്പോഴാണ് വൈക്കോലിന് തീപിടിച്ചത്. തുടർന്ന് ലോറിയിലേക്കും തീ പടരുകയായിരുന്നു. അപകടത്തിൽ ആളപായമില്ല. തീ കണ്ടയുടൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിനാൽ ഡ്രൈവർ രക്ഷപ്പെട്ടു. സംഭവത്തെ തുടർന്ന് ഗതാഗതം 1 മണിക്കൂറോളം തടസ്സപ്പെട്ടു. കേരള കർണാടക അതിർത്തി പ്രദേശത്തായിരുന്നു സംഭവം. കർണാടകയിൽ നിന്ന് വൈക്കോലുമായി എത്തിയതായിരുന്നു ലോറി. തീ കണ്ട് പുറത്തിറങ്ങിയ ഡ്രൈവറാണ് നാട്ടുകാരെ വിവരമറിയിച്ചത്. ഉടൻ തന്നെ ഇവർ ഇരട്ടി ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും ലോറി പൂർണ്ണമായും കത്തിനശിച്ചു. ദുബായിൽ നിന്നെത്തിയ യുവാവിനെ വിമാനത്താവള പരിസരത്തു നിന്നും തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതായി പരാതി. കാസർഗോഡ് സ്വദേശിയായ മുഹമ്മദ് ഷാഫിയാണ് ആക്രമണത്തിന് ഇരയായത്. വെള്ളിയാഴ്ച പുലർച്ചെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയ ഷാഫിയെ ടാക്സി കൗണ്ടറിലേക്ക് പോകുന്നതിനിടെയാണ് 6 അംഗ സംഘം അപായപ്പെടുത്തിയത്. തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി ബലമായി കാറിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു. സ്വർണം എവിടെ എന്ന് ചോദിച്ചായിരുന്നു മർദ്ദനം. ഇതോടെ സംഭവത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളാണെന്ന സംശയം ബലപ്പെട്ടു. യുവാവിന്റെ പക്കലുണ്ടായിരുന്ന ₹1,00,000 വിലമതിക്കുന്ന ഐഫോൺ, ഹാൻഡ് ബാഗ്, യാത്രാ സാമഗ്രികൾ എന്നിവ സംഘം തട്ടിയെടുത്തു. വിവിധയിടങ്ങളിൽ കറങ്ങിയ ശേഷം പുലർച്ചെ 2:30 ആലുവ പറവൂർ കവലയിൽ ഷാഫി ഇറക്കിവിട്ടു. വിവരം പുറത്തു പറഞ്ഞാൽ വധിക്കുമെന്നും സംഘം ഭീഷണിപ്പെടുത്തി. ന്യൂച്ചാട് വീട്ടിൽ നിന്നും 27 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. നെല്ലിക്കൽ ബിജുവിന്റെ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് നഷ്ടമായത്. വിദേശത്തു നിന്നും നാട്ടിലേക്ക് വരുന്ന ബിജുവിനെ കൂട്ടിക്കൊണ്ടുവരുന്നതിനായി ഭാര്യയും മകളും കരിപ്പൂർ വിമാനത്താവളത്തിൽ പോയ സമയത്താണ് മോഷണം നടന്നത്. വീട്ടിൽ ബിജുവിന്റെ അച്ഛൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. വീടിന്റെ വാതിൽ ലോക്ക് ചെയ്യാതെയായിരുന്നു അച്ഛൻ പുറത്തേക്ക് പോയത്. ബിജുവും കുടുംബവും വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. ഉടൻ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വീടും പരിസരവും കൃത്യമായി അറിയുന്നവരാകാം കവർച്ച നടത്തിയെന്ന നിഗമനത്തിലാണ് പോലീസും കുടുംബവും. കണ്ണൂരിൽ നിന്നുള്ള ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. റെക്കോർഡുകൾ ഭേദിച്ച സ്വർണ്ണവില ഇന്നലെ പവന് ₹480 കുറഞ്ഞെങ്കിലും ഇന്ന് വിലയിൽ ചലനമില്ല. 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില ₹98,400. 1 ഗ്രാം സ്വർണത്തിന്റെ വില ₹12,300. സംസ്ഥാനത്ത് സ്വർണ്ണവില ₹99,280 സർവകാല റെക്കോർഡ് ഇട്ടിരുന്നു. 1 ലക്ഷവും കടന്ന് കുതിക്കുമെന്ന് തോന്നിപ്പിച്ചെങ്കിലും വില കൂടിയും കുറഞ്ഞും വരുന്നതാണ് വിപണിയിൽ കാണുന്നത്. ആനക്കൂട്ടത്തെ ഇടിച്ചതിനെ തുടർന്ന് രാജധാനി എക്സ്പ്രസ് പാളം തെറ്റി. ഇന്ന് പുലർച്ചെയാണ് സംഭവം. സൈറംഗ് ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസ് ആണ് പാളം തെറ്റിയത്. അപകടത്തിൽ 8 ആനകൾ ചെരിഞ്ഞു. ഇതേ തുടർന്ന് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ആനക്കൂട്ടത്തെ ട്രെയിൻ ഇടിക്കുകയായിരുന്നു. തുടർന്ന് എഞ്ചിൻ ഉൾപ്പെടെ 5 കോച്ചുകൾ പാളം തെറ്റി. അപകടത്തിൽ ആർക്കും പരിക്കില്ലെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിച്ചു. 8 ആനകൾ ചെരിഞ്ഞതായും 1 കുട്ടിയാനയ്ക്ക് പരിക്കേറ്റതായും അധികൃതർ അറിയിച്ചു. പുലർച്ചെ 2:17 അപകടമുണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ. മിസോറാമിലെ സൈറംഗിനെയും ഡൽഹിയിലെ ആനന്ദ് വിഹാർ ടെർമിനലുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ രാജധാനി എക്സ്പ്രസ്. ഗുവാഹത്തിയിൽ നിന്ന് ഏകദേശം 126 കിലോമീറ്റർ അകലെയാണ് അപകട സ്ഥലം. സംഭവത്തിന് പിന്നാലെ റെയിൽവേ ഉദ്യോഗസ്ഥരും ദുരന്ത നിവാരണ ട്രെയിനുകളും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു.